ഹേ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ട് ബ്രോക്കൺ ഗ്ലാസ് ജെല്ലി പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് നമ്മുടെ കരിക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതാണ്, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, 3.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ. ഞാനിപ്പോൾ 2 പാക്കറ്റ് ജെല്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 2 ഫ്ലേവർ ആണ്. അപ്പോൾ ഇതിൽ ഒന്ന് ഓൾറെഡി ഞാൻ യെല്ലോ കളറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആ പാക്കറ്റിന്റെ ബാക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ പാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഞാൻ ജെല്ലി തയ്യാറാക്കുന്നുണ്ട്. ആ പാക്കറ്റിന്റെ ബാക്കിൽ തന്നെ കറക്റ്റായിട്ട് എല്ലാം മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഒരു 45 മിനിറ്റ് പുറത്ത് വെക്കുകയാണിത്. അതിനുശേഷം മാത്രം എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കുക. ഇത് 3.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ആണ്. ഇതൊരു വേറൊരു ബൗളിലോട്ട് ഇടുക. ഇനി ഇതിലോട്ട് 150 ഗ്രാം നല്ല ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചൊരു 10 മിനിറ്റ് വെച്ചേക്കണം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാലൊന്ന് ചൂടാക്കാൻ വെക്കാം. ഇനി ഒരു പാൻ എടുക്കുക. ഈ പാനിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 ലിറ്റർ പാല്, ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, മധുരമൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടിൻ മിൽക്ക് മെയ്ഡ്. ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കണം. തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ആ ചൂടായതിനു ശേഷമാണ് നമ്മൾ അരച്ച കരിക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ പാലിൻ്റെ ഇതിലോട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ. മിൽക്ക് മെയ്ഡൊക്കെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ അടുപ്പിലോട്ട് വെക്കാൻ പാടുള്ളൂ. ഞാനിത് അടുപ്പിലോട്ട് ഈ ഒരു പാലിൻ്റെ മിക്സ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കണം. എന്നിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അതായത് ഈ പഞ്ചസാരയും പാലും പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം. ഈ പാല് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചൂടായാൽ മതി. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന കരിക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തിളയ്ക്കാൻ പാടില്ല. ഒരു കാരണവശാലും കരിക്ക് ഇട്ടതിന് ശേഷം ഈ പാലിന്റെ മിക്സ് തിളയ്ക്കാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ പാലിപ്പോ ചൂടായിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന കരിക്ക് ആണോ, അതൊരു 1 കപ്പോളം വരുന്നുണ്ട്. അതിനകത്ത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വിടാനേ പാടില്ല, നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ അതിനകത്തോട്ട് പതിയെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ജലാറ്റിൻ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കാരണം ജലാറ്റിൻ ഒഴിച്ചതിന് ശേഷവും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ആ ഒരു ജലാറ്റിനും പാലും ഈ കരിക്കും എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ആ ഒരു രീതിയിലായിരിക്കണം ചെയ്യുന്നത്. തിളയ്ക്കാൻ പാടില്ല. ഈ ഒരു സംഭവം തിളയ്ക്കാൻ പാടില്ല. കാരണം കരിക്കിടുമ്പോൾ തിളയ്ക്കുമ്പോഴത്തേക്കും കരിക്ക് വെന്തു പോവും. അപ്പോൾ ഇത് തിളയ്ക്കാൻ പാടില്ല. മിശ്രിതം ഈ കരിക്ക് എല്ലാം കൂടെ ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പൊ നമ്മുടെ ഈ പാലും കരിക്കും ജലാറ്റിനും അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് ജസ്റ്റ് ഈ ഒരു ചൂടൊന്ന് മാറാനായിട്ട് ഒന്ന് മാറ്റി വെക്കണം. അപ്പൊ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ജെല്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാനൊരു യെല്ലോ കളർ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ മുറിക്കാൻ പോവുകയാണ്. അത് കാണിച്ചു തരാം. ഒരു കത്തിയുണ്ട്. പതിയെ മെല്ലെ ഒന്ന് കണ്ടപ്പോൾ നമ്മുടെ ജെല്ലി നല്ല ക്രിസ്റ്റൽ പോലെ വന്നിട്ടുണ്ട്.
അപ്പൊ നമുക്കിനി ഇത് കരിക്കിന്റെ മിശ്രിതവും ഇതും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഇനി ഈ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലോട്ട് നമ്മൾ ഈ ജെല്ലി ക്രിസ്റ്റൽസ് അവിടെ എവിടെയായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് യെല്ലോ, ഇനിയിപ്പോൾ ഞാൻ ജെല്ലിയൊക്കെ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചെയ്ത് വെച്ചിട്ട് പാലും കരിക്കും കൂടെയുള്ള മിശ്രിതം മെല്ലെ പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. മെല്ലെ പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ ഞാൻ പാലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഈ ചൂടോട് കൂടി തന്നെ നമുക്കൊരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ ഒരു 8 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്ക് 8 മണിക്കൂറിന് ശേഷം ഇതിനെ ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഫ്രിഡ്ജിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു 8 മണിക്കൂർ വെക്കാണ്. ഒന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ. അപ്പൊ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഒരു 8 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇത് എടുത്തത്. അതാ കണ്ടോ, ആ ഡിമോൾഡ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കട്ടായി പോയി. കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണ്. ഓക്കെ.